അത് നിനക്കറിയില്ല. ഈ വിവാഹം നടക്കാൻ പാടില്ല. എന്താ കാര്യം? രാജീവേട്ടൻ എന്തിനാ അവരുടെ കല്യാണത്തിന് എതിര് പറയുന്നേ? സത്യം അറിയാന്നുണ്ട്. എന്ത് സത്യം? ഇത്രയും കാലം നിങ്ങൾ എല്ലാരും കൂടെ ഈ വീട്ടിൽ സമൃദ്ധ എന്ന് പറഞ്ഞ ഒരുത്തിയെ താമസിപ്പിക്കുന്നില്ലേ? അവൾ ആരാണെന്നുള്ള യഥാർത്ഥ സത്യം എനിക്കറിയാം. സമൃദ്ധയുടെ യഥാർത്ഥ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഗൂഗിളിനെ ധിക്കരിച്ച് ചേച്ചി രാജീവിനെ വിവാഹം കഴിച്ചതല്ലേ ഇതിനെല്ലാം കാരണം? അവര് പിന്നെ എന്ത് ചെയ്യാനാ? അവർക്കും ജീവിക്കണ്ടേ? അവന്റെ ലക്ഷ്യം ഈ വീടിന്റെ സമാധാനം കളയാന്നുള്ളതാ. അത് ഞാൻ അനുവദിക്കില്ല. എന്താ പറഞ്ഞേ? പറ രാജീവേട്ടാ. നീ ഇത്രയ്ക്ക് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. അയാളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയാം. ആരാ അയാള്? അയാളിപ്പോഴും സമൃദ്ധയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാണോ? രാജീവേട്ടൻ എങ്ങനെയാ അയാളെ അറിയാവുന്നേ? എനിക്കറിയാം. ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. ഇനി ഞാൻ ഒന്നും ഒളിച്ചു വയ്ക്കുന്നില്ല. എല്ലാം നിന്നോട് പറയാം. സമൃദ്ധയുടെ ഭർത്താവ് രാജീവേട്ട പറ. ഹലോ, അതെ വീട്ടില്. എന്താ താ എന്തോടാ ഈ പറയുന്ന? വേണ്ട, ഒന്നും ചെയ്യണ്ട. ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ തന്നെ. ശിശിരേ, എനിക്ക് അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരെ പോണം. ഇപ്പോഴോ? എന്താ ഇത്രയ്ക്ക് അത്യാവശ്യം? ഒക്കെ ഞാൻ വന്നിട്ട് പറയാം. ശരി. രാജീവേട്ടാ, സമൃദ്ധയുടെ ഭർത്താവിന്റെ കാര്യം അത് സത്യമാണോ? 100% സത്യമാണ്. എല്ലാം ഞാൻ വന്നിട്ട് പറയാം. മനുഷ്യനെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ ഒന്ന് പറഞ്ഞിട്ട് പോ. ഞാനിപ്പോ അത്യാവശ്യം ഒരു സ്റ്റേഷനിൽ ചെന്നേ പറ്റൂ. എമർജൻസിയാണ്. നീ വെയിറ്റ് ചെയ്യ്. എല്ലാം ഞാൻ വന്നിട്ട് പറയാം. ഞാൻ ഒന്ന് റെഡി ആവട്ടെ. സമൃദ്ധിയുടെ ഭർത്താവ് ഉറപ്പായിട്ടും വരും. അയാൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. രാജീവ് എന്നോടുള്ള വാശിക്ക് പറഞ്ഞായിരിക്കും അത്? അതോ സത്യമായിരിക്കോ? കഴിഞ്ഞതൊക്കെ പോട്ടെ, അതൊന്നും ഓർത്ത് വിഷമിക്കേ വേണ്ട. രാജീവിനോടുള്ള ഇഷ്ടമില്ലായ്മ മനസ്സിൽ കിടക്കുന്നുണ്ടാ. മുന്നിൽ കാണുമ്പോ മനസ്സിൽ വിരോധം തോന്നുന്നേ. ഇനി ഈ വഴക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകരുത്. അത് പറഞ്ഞു പരിഹരിച്ചേ പറ്റൂ. എന്തായാലും അവര് കല്യാണം കഴിച്ച് ഇവിടെ താമസമായി. എത്ര കാലം ഈ വിരോധമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഞാൻ പറയുന്നത് ഗൂഗിളിൽ കേൾക്കുന്നുണ്ടോ? അവൻ വരുന്നുണ്ട്. എത്ര നേരമായി ഞാൻ മൂർത്തിയുടെ കോള് വെയിറ്റ് ചെയ്യുന്നു. എന്തായി? മാഡത്തിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. ഒരു പേടിയും വേണ്ട. എല്ലാം നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ നടക്കും. ഇരയെ മടയിൽ നിന്ന് ഇറക്കി കഴിഞ്ഞു. ദേ, കൊല്ലാൻ പോയിട്ടെ ഒടുവിൽ ഇരയായിട്ട് മാറരുത്. സൂക്ഷിക്കണം. നമ്മൾ കരുതുന്നതിനേക്കാൾ ബുദ്ധിശാലിയാണ് രാജീവ്. എല്ലാ ബുദ്ധിശാലികൾക്കും പറ്റുന്ന അബദ്ധം അയാൾക്കും പറ്റും. മനസ്സിലായില്ല? നമ്മൾ ഒരുക്കിയ കളത്തിൽ വന്നു കയറി കഴിയുമ്പോൾ മാത്രമേ അയാൾക്കത് മരണക്കണിയാണെന്ന് മനസ്സിലാവൂ. അവന്റെ മരണം, അതിൽ കുറഞ്ഞ ഒരു വാർത്ത എനിക്ക് കേൾക്കണ്ട. ആഡത്തിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. സൂക്ഷിക്കണം. ജീവന്റെ ഒരു ചെറിയ അംശം പോലും ബാക്കിയില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം അവിടെ നിന്ന് തിരിച്ചു പോരാൻ. മാഡം ധൈര്യമായിട്ടിരുന്നോളൂ. നമ്മുടെ പ്ലാൻ ഒരല്പം പോലും തെറ്റില്ല. അയാളുടെ വിധി ഇന്ന് ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും. ശരി, ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും.
ഹലോ മാഡം, തീർത്തോ? തീർത്തു. ഒരു ചലനം പോലും ബാക്കിയില്ല. ആ കാഴ്ച എനിക്കിവിടെ കാണണമെന്നുണ്ടായിരുന്നു. അതിന് വഴിയുണ്ടാക്കാം.